ഹേ ഗൈസ്, ഇറ്റ്സ് മീ ക്രിഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒന്നുമില്ല. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇപ്പോൾ സമയം 2:45. അപ്പോൾ ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല. ഒന്നുമില്ല, സംഭവിക്കുന്നില്ല. എങ്ങോട്ടെങ്കിലും പോവുക ഒന്നുമില്ല. അപ്പോൾ ഞായറാഴ്ച എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോകണം. എൻ്റെ കാൽക്കുലേറ്റർ ചീത്തയായി. കാൽക്കുലേറ്റർ ചീത്തയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേ അക്കൗണ്ടൻസിക്കും എക്കണോമിക്സിന് ആവശ്യമുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം കുഴപ്പമുണ്ടായിരുന്നില്ല. അതെന്തോ ഒരു സോളാറിൻ്റെ ടെക്നിക്കുള്ള സാധനമാണ്. അത് വർക്കാവണില്ല. എന്താണോ കാൽക്കുലേറ്റർ ചീത്തയായി. ഞാനേ കഴിഞ്ഞ കൊല്ലം മറ്റേ എക്കണോമിക്സ് പരീക്ഷ +1 എക്കണോമിക്സ് പരീക്ഷ കഴിഞ്ഞതിന് ഞാൻ ബാഗിലെടുത്ത് വെച്ചിരിക്കുന്നു. അത് എവിടെയാണെന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ കാൽക്കുലേറ്റർ കിട്ടി. അത് നോക്കിയപ്പോൾ ചീത്തയായി പോയി. അപ്പോൾ എന്തൊക്കെയായാലും പുതിയത് തന്നെ വാങ്ങാം. ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ സയൻസിന് പറ്റുന്ന സംഭവം കൊമേഴ്സിന് പറ്റില്ല. അത് ചിലപ്പോൾ ഉത്തരം തെറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ കാൽക്കുലേറ്ററിനാണ് കൊമേഴ്സിന് നല്ലത്. ഓക്കെ, ഈ മറ്റേ സൈൻ കോസ് ടാനൊക്കെ ഉള്ള കാൽക്കുലേറ്റർ ഇല്ലേ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, ഒരു നീളത്തിലുള്ള ഒരു ഫോണിൻ്റെ പോലെ, മൊബൈലിലോ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്നലെ മഴയൊക്കെ പെയ്തു, അത്യാവശ്യം കുഴപ്പമില്ലാന്ന് നിൽക്കുന്നുണ്ട്. ചൂടൊന്നും അധികമില്ല. ഇന്നലെ ഒടുക്കത്തെ മഴ. ട്യൂഷന് പോയപ്പോൾ ഫുള്ള് മഴയായിരുന്നേ. ഞാൻ ഒരു വെള്ള പാൻറ് ഇട്ടിട്ടാണ് പോയത്. അത് ഫുള്ള് ചടിയായി വണ്ടാറാൻ. വേറെ ഒന്നുമില്ല കേസ്. ഞായറാഴ്ചയായിട്ട് പിന്നെ ഇന്നലത്തെ കളി ഉണ്ടായിരുന്നു, IPL. എന്നിട്ട് മറ്റേ നമ്മുടെ പഞ്ചാബ് ജയിച്ചു കുറേ നാളത്തിന് ശേഷം. എൻ്റെ ഇഷ്ടപ്പെട്ട ടീമാണ് കേട്ടോ പഞ്ചാബ്. അപ്പോൾ പഞ്ചാബും LSGയും. അപ്പോൾ ഇന്നലെ വേറൊരു സന്തോഷം കാര്യമുണ്ടായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ ടെണ്ടുൽക്കർ പുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഫസ്റ്റത്തെ കളിയായിരുന്നു. അപ്പോൾ എന്തായാലും 2 വിക്കറ്റ് ഇട്ടു പുള്ളി. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റത്തെ വിക്കറ്റ് നല്ലതായിരുന്നു. പിന്നെ നല്ല ക്യാച്ചായിരുന്നു. പിന്നെ ബാറ്റിങ് എന്താണോ പുള്ളി എന്ന് പെട്ടെന്ന് കിതയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ എന്തൊക്കെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പുള്ളി നേരത്തെ കളിപ്പിക്കേണ്ടതായിരുന്നു. ലാസ്റ്റത്തെ മൂമെൻറ്റിൽ LSG ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. എന്തായാലും PBSK ഇന്നലെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അണ്ണൻ ശ്രേയസ് അയ്യറിൻ്റെ സെഞ്ചുറി. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ശ്രേയസ് അയ്യറിൻ്റെ സെഞ്ചുറി, ഇത് പുള്ളി കുറെ സിംഗിൾസ് അടിച്ചിട്ട് സെഞ്ചുറി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നാമതേ നാളെ KKR ഇവരിനെ വെട്ടിക്കുന്ന ലെവലിൽ കളിച്ച് ഇന്ന് KKR ഒരു ഞെട്ടിക്കണ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിന് പ്ലേ-ഓഫിൽ കയറാൻ പറ്റില്ല. ഇത് ഒരു കളിയും കൂടി പഞ്ചാബ് ജയിച്ചാൽ മാത്രമേ ഇനി പ്ലേ-ഓഫിൽ കളിക്കാൻ പറ്റുള്ളൂ. ഇനി ഫൈനൽ എത്തണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സിംഗിൾ അടിച്ച ഈ സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കളിക്കരുത് കേട്ടോ. ഞാനത് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. സെഞ്ചുറി അടിച്ചു, ഓക്കെ, പുള്ളി ഇതുവരെ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആള് 97 നിന്ന് പോയിട്ടുണ്ട് ഒരു വട്ടം. ഫസ്റ്റത്തെ സെഞ്ചുറിയാണ് IPL. അപ്പോൾ പുള്ളി സെഞ്ചുറിക്ക് വേണ്ടിയാണ് കളിച്ചത്. അത് ഈ നേരത്തല്ല, ഈ മറ്റേ ക്രൂഷ്യൽ ടൈമിലല്ല സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ഇടുന്നത്. അല്ലെങ്കിൽ പണ്ടാരടങ്ങി പോകും. അല്ല, എന്തായാലും കളി ജയിച്ചു. പക്ഷെ ഇവരിൻ്റെ റേഷ്യൂവിൻ്റെ കടത്തി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ KKR പ്ലേ-ഓഫിൽ കയറി ഇവർക്ക് കളിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ FIFA വേൾഡ് കപ്പ് തുടങ്ങും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ തുറക്കും. തേങ്ങ 1-ാം തീയതി, ജൂൺ 1-ാം തീയതി. ഇനി ഒറ്റ വർഷം കൂടി ഉള്ളൂ. അതും കൂടി ആലോചിച്ചിട്ട് +2. അപ്പോൾ 1-ാം തീയതി സ്കൂൾ തുറക്കും.
അപ്പം അങ്ങനെ ഇത് ഓഫ് ഗൈസ് നോക്കി ഏപ്രിൽ മാസത്തിലാണ് ഈ കലണ്ടർ കിടക്കുന്നത്. ഏപ്രിലിൽ മെയ് കഴിയാറായി, എന്നിട്ട് ഞാൻ ഏപ്രിലിൽ ഇത് മാറ്റിയിട്ടില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ എന്തൊക്കെയായാലും ടെറസിക്ക് പോകണോ? ടെറസിക്ക് ഇപ്പോൾ നമുക്ക് പോവാം. ഒരു മിനിറ്റ്, ഞാൻ ഇവിടുത്തെ ലൈറ്റും ഫാനും ഓഫ് ചെയ്യട്ടെ. സ്റ്റെപ്പ് കയറാം. ഞാൻ സ്റ്റെപ്പ് മുകളിൽ സ്റ്റെപ്പ് കയറാമല്ലോ. അങ്ങനെ കയറിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിലത്തെ ഇങ്ങനെ ഓട്ട സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റെപ്പ് കയറി ഇനി ടെറസ് തുറക്കാം. ഏത് ടെറസാണ് നല്ലത്? 2 വാതിലുണ്ടേ. ഇത് ഓക്കെ. ഗൈസ്, ഇതൊക്കെയാണ് ടെറസ്. ഞാനേ ബാക്ക് ക്യാമറ യൂസ് ചെയ്യട്ടെ. ഗൈസ്, ഇതാണ് ടെറസിൻ്റെ സ്ഥിതി. ഇപ്പോൾ ടെറസിങ്ങനെ സെറ്റാണ്. ഇത് പരിപാടിയും കാര്യങ്ങളും പട്ടയിലാണ് കേട്ടോ. പട്ടയല്ലേ ഇത്, എന്തായിരുന്നു മറ്റേ ഇതിനെന്താ പറയുക ഗൈസ്? കൊടംപുള്ളീൻ്റെ മരമാണ്. പിന്നെ ഇത് പ്ലാവ്, ചക്ക. പിന്നെ അങ്ങനെ ഇതാണ് ബാക്ക് സൈഡ്, വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇതിപ്പോൾ ഓട് മാറ്റിയുള്ളൂ കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ചോർച്ച ഉണ്ടായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരും. അത് ഭയങ്കര പ്രശ്നമാണ്. അത് ഓട് വീടിൽ ഇവിടെ ഒന്നും പ്രശ്നമില്ല. യെസ്, ഇവിടെ ഈ ഭാഗത്തൊന്നും പ്രശ്നമില്ല. ഇത് ഇതായതുകൊണ്ടേ, മറ്റേ എന്നിട്ട് റൂഫ് ടോപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിലത്തെ റൂമിലൊന്നും പ്രശ്നമില്ല. ഈ ഓടിട്ട ഭാഗത്ത് കിച്ചണും ഹാളും വരുന്നത് ഓടുള്ള ഭാഗത്താണ്. അതുകൊണ്ടാണ് അവിടെ ചോർച്ച ഉണ്ടാവും. പിന്നെ ഇവിടെ 2 ടവറുണ്ട് ഗൈസ്. ഒന്ന് ജിയോൻ്റെ, ഒന്ന് എയർടെല്ലിൻ്റെ ആണെന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരാളുടെ സ്ഥലത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് റോഡ് കാണാൻ പറ്റും. ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ എത്തും കേട്ടോ. കൊടുങ്ങല്ലൂർക്ക് പോകാൻ പറ്റും. ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ, അതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇരിഞ്ഞാലക്കുടയാണിപ്പോൾ. ഓക്കെ, ഈ വീട്. അപ്പോൾ ഗൈസ്, മഴയൊക്കെ പെയ്ത് ഇപ്പോൾ സെറ്റായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ പുളിമരം കാണിച്ചു തരാം. ഈ പുളിമരം കാരണം വല്ലാത്ത ശല്യമാണ്. എങ്ങനെയാണെന്ന് വെച്ചാലേ, ഒരു എന്താ പറയുക, ഈ പുളിമരത്തിൻ്റെ ഒരു പൂവുണ്ട്, പുളിമരത്തിൻ്റെ ഇലയും പിന്നെ എന്തുട്ടാ, പുളിമരത്തിൻ്റെ ഇലയും പൂവും ഒക്കെ കൂടി മറ്റേ ഹോളില്ലേ, ഈ വെള്ളം പോണ ഡ്രെയിൻ ആവുന്ന സ്ഥലം, ആ ഹോളിൽ ഇത് മൊത്തം ഫില്ലായിട്ട് ജാമാവും. വെള്ളം പോകാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ ഹോൾ ക്ലോസ് ആയതിന് ശേഷം എന്താ പറയുക, പണി പാടും. എന്നിട്ട് ഈ വെള്ളം മൊത്തം ഒലിക്കും താഴ്ത്തേക്ക്. ഇനി അത് മൊത്തം കോരി കളയും. അങ്ങനത്തെ ചടങ്ങാണ് ഈ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ ഇത്തിരി ചടങ്ങാണ് മഴക്കാലത്ത്. അപ്പോൾ ഇതിന് കുഴപ്പമില്ല. വേനൽക്കാലത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. മാർച്ചിലും ഏപ്രിലും വലിയ പ്രശ്നമില്ല. കാരണം ഇവിടെ അത്യാവശ്യം നല്ല മരക്കുള്ള കാരണം അത്ര ചൂടധികം ഇല്ല എന്ന്. പിന്നെ ഞാൻ അവിടെ ആയിരുന്നല്ലോ, ബാംഗ്ലൂരായിരുന്നല്ലോ 1 മാസം. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. തണുപ്പുമില്ല ചൂടുമില്ല, അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലം. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവും, ചുണ്ടൊക്കെ ഡ്രൈ ആവും. വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഏപ്രിൽ അവിടെ ആയിരുന്നു. ഞാൻ ബാംഗ്ലൂർ പോയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയ്ക്കുള്ളൂ ഞായറാഴ്ച. ഇനി തിങ്കളാഴ്ച എന്തായാലും വീഡിയോ ഇടാം. ഇനി തൊട്ടിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാം. യെസ്, ഓക്കെ.
ഇനി എന്തെങ്കിലും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാം. അപ്പോൾ ഗൈസ് ഓക്കെ, സൺ കിസ്ഡ് ഗൈസ്. ഓ മുഖത്തേക്ക് വെളിച്ചങ്ങട് അടിക്കുകയാണ്. അടിക്കണം. അപ്പോൾ അങ്ങനെ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തൊക്കെയായാലും അടുത്ത ദിവസം തിങ്കളാഴ്ചയായിട്ട് വീഡിയോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതുവരെ കണ്ടതിന് വളരെയധികം സന്തോഷമുണ്ട് ഗൈസ്. ഓക്കെ ബൈ.